ഗുരുവായൂർ ഏകാദശിക്ക് ആനയുടെ എണ്ണം കുറച്ചിരുന്നു. അതിൽ കൂടി പ്രതിഷേധം ശക്തമാവുകയാണ്. ഭക്തരുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നതും. ആനന്ദ്, ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. പുറത്തേക്കുള്ള വിളക്കെഴുന്നേൽപ്പിനും മറ്റുമായി ഒരു ആന മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഭക്തർ പറയുന്നത്. സാധാരണഗതിയിൽ 3 ആനകളെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിളക്കെഴുന്നേൽപ്പ് നടത്താറുള്ളതും എന്ന് പറയുന്നു. ഈ 3 മീറ്റർ അകലപരിധി പാലിച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് ആനകളെ വിളക്കെഴുന്നേൽപ്പിന് നിർത്താമായിരുന്നു എന്നാണ് ഭക്തരുടെ ഒരു വികാരം. അതുതന്നെയാണ് അവർ ദേവസ്വത്തിനെതിരെ നടത്തുന്ന പ്രധാനപ്പെട്ട വിമർശനവും. അപ്പോൾ ഒരു കോടതി ഉത്തരവ് വെച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആനയിലേക്ക് ചുരുക്കിയത്? സ്ഥലപരിമിതി ഉണ്ടായിട്ട് പോലും, സ്ഥലം ഉണ്ടായിട്ട് പോലും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക്, അതായത് മുൻപ് ചെയ്തിരുന്ന പോലെ തന്നെ 3 ആനകളെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് വിളക്കെഴുന്നേൽപ്പ് നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണവും ദേവസ്വത്തിനെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു വിഷയത്തിൽ വേദിയാവുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂരപ്രേമി സംഘവും ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംഘവും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രങ്ങളും എല്ലാം അത്തരത്തിൽ പ്രതിഷേധമായും പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉപവാസ സമരം അടക്കം തൃശ്ശൂരിൽ നടത്തിയിരുന്നു. പ്രശസ്ത മേള വിദഗ്ധരായിട്ടുള്ള കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലായിരുന്നു വരുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് തൃശ്ശൂരിലെ ഹൈന്ദവ സംഘടനകളുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളുടെയും തീരുമാനം. ഈ വരുന്ന 17-ന് ഈ ക്ഷേത്ര സമിതികളുടെ എല്ലാം യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംസ്ഥാനം ഒട്ടാകെയുള്ള ക്ഷേത്ര സമിതികളുടെ യോഗം തൃശ്ശൂരിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഫെസ്റ്റിവൽ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും തോറും തന്നെ അത് ആചാരങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികളും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ആളുകളും പറയുന്നത്.